നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് താണിശ്ശേരിക്കര, കുഴൂർക്കര, മടത്തുംപടിക്കര എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ഒരു സംഘടിത വിശ്വാസ സമൂഹമായി രൂപപ്പെട്ടത്. തങ്ങളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കായി അമ്പഴക്കാട് വരെ യാത്ര ചെയ്യുക ദുഷ്കരമായതിനാൽ ഒരുമിച്ച് കൂടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ഒരു പ്രാർത്ഥനാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1807 വൈക്കോൽ മേഞ്ഞ് പനമ്പ് കൊണ്ട് മറച്ച ഒരു ഷെഡും അതിനു മുകളിലായി മരക്കുരിശുമുള്ള ഒരു കുരിശുപള്ളി ഇവിടെ ഉയർന്നു. എന്നാൽ ശക്തിയായ കാറ്റിൽപ്പെട്ട് അൾത്താര ഒഴികെയുള്ള ഭാഗം തകർന്നു വീണതിനെ തുടർന്ന് അടിത്തറയോടുകൂടിയ ബലവത്തായ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അമ്പഴക്കാട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ രൂപം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തൃശൂർ വികാരിയാത്തിന്റെ വികാരി അപ്പസ്തോലിക്കായിരുന്ന അഭിമന്യമാർ അഡോൾഫ് മെഡലിക്കോട്ട് പിതാവിന്റെ അനുവാദപ്രകാരം അമ്പഴക്കാട് പള്ളിയുടെ ഒരു കുരിശു പള്ളിയായി പരിഗണിച്ച് ഞായറാഴ്ചകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങി. കുഴൂർ, മടത്തുംപടി, തിരുമുക്കുളം, തുമ്പരശ്ശേരി, കാക്കുളിശ്ശേരി എന്നീ ഇടവകകൾ ഈ മാതൃ ഇടവകയിൽ നിന്ന് രൂപം കൊണ്ട സ്വതന്ത്ര ഇടവകകളാണ്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ അനുഗ്രഹവും മാധ്യസ്ഥവും എന്നും ഈ നാടിന് കൂട്ടിനുണ്ടായിരുന്നു. കർത്താവിന്റെ അനന്തമായ ശക്തിയിൽ ആശ്രയിച്ച് അവിടുന്നിൽ പ്രത്യാശയർപ്പിച്ച് അവിടുത്തെ മഹത്വത്തിനായി തെക്കൻ താണിശ്ശേരിയിലെ ദൈവജനം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നു. നീ എന്ന് നിർമ്മിക്കുകയും എന്നേക്കുമായി എന്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിക്കുന്നു. എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് സോളമൻ രാജാവിനെ അറിയിച്ച ദൈവം അതേ വാക്കുകൾ വീണ്ടും അരുളി ചെയ്യുന്ന പരിശുദ്ധ ദിനമാണ് ഇന്ന്. തിരുപ്പിറവിയുടെ മഹാജൂബിലി സമ്മാനമായി ഗോത്തിക് വാസ്തുശില്പ ചാരുതയുടെ മനോഹാരികതയോടെ ദശാംശവും സ്വമനസാല് നൽകിയ സംഭാവനകളും മാത്രം സ്വീകരിച്ച് പണിതീർത്ത ഈ ദേവാലയം ദൈവപരിപാലനയുടെയും ഇടവക സമൂഹത്തിന്റെ കൂട്ടായ്മയുടെയും ത്യാഗത്തിന്റെയും അത്ഭുത അടയാളമാണ്. 10 ലക്ഷം ജപമാല പ്രാർത്ഥന, സമ്പൂർണ്ണ ബൈബിൾ പാരായണം, ഇടവക മക്കളുടെ ഓരോരുത്തരുടെയും കൈപ്പടയിലുള്ള ബൈബിൾ, പരിഹാര ചൈതന്യത്തോടെയുള്ള തീർത്ഥാടനങ്ങൾ, പൂർവികരുടെ അനുസ്മരണാർത്ഥമുള്ള പ്രാർത്ഥനകൾ, കാർഷിക ലേലം, ചികിത്സ, വിവാഹ സഹായങ്ങൾ, സ്നേഹവീട് നിർമ്മാണം, എല്ലാ വ്യാഴാഴ്ചയിലെയും 1 മണിക്കൂർ ആരാധന, 20 ലക്ഷം രൂപയുടെ കാരുണ്യ പദ്ധതികൾ എന്നിവ ഈ ഇടവക ദേവാലയ കൂദാശ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായി ചെയ്ത 100 കർമ്മ പദ്ധതികളിൽ ഏതാനും ചിലത് മാത്രം. അഭിമന്യ പിതാവും ജനറാളച്ചന്മാരും മുൻ വികാരിയച്ഛന്മാരും മറ്റു വന്യ വൈദികരും സിസ്റ്റേഴ്സും വിശിഷ്ട അതിഥികളും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ദേവാലയം കൂദാശ ചെയ്ത് പ്രതിഷ്ഠിക്കുന്നത് പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയായ മെത്രാന്റെ കരങ്ങൾ വഴിയാണ്. സഭയുടെ പ്രാദേശിക ഘടകമായ ഇരിഞ്ഞാലക്കുട രൂപതയിലെ തെക്കൻ താണിശ്ശേരി ഇടവകയുടെ ആധികാരികമായ അധികാരിയും ഇരിഞ്ഞാലക്കുട രൂപതയുടെ മേലധ്യക്ഷനുമായ അഭിമന്യമാർ പോളി കണ്ണുക്കാടാൻ മെത്രാനെയും പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനാളച്ചന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും
മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഇടവകയുടെ വികാരിയച്ഛനും കൈക്കാരന്മാരും ജനറൽ കൺവീനർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സമൂഹം മുഴുവനും ചേർന്ന് നമ്മുടെ ഇടവക കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. നൂറുകണക്കിന് വിശ്വാസികൾ കൈകളിലേന്തിയ വെൺപട്ടുകുടകളുടെ പശ്ചാത്തലത്തിൽ ബാൻഡ് വാദ്യമേളങ്ങളോടെ ഇതാഭിമന്യ പിതാവിനെയും ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരെയും മറ്റു വൈദികരെയും ഇതാ സ്വീകരിച്ച് ആനയിക്കുന്നു. യജമാനന ശുശ്രൂഷ ഏറ്റെടുത്ത് ദേവാലയത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട വികാരി
പ്രിയ ബഹുമാനപ്പെട്ട നവീനാഥോധാരൻ അച്ഛൻ ഈ ഇടവക സമൂഹത്തിന് രൂപതാധ്യക്ഷനോടുള്ള പൂർണ്ണ വിധേയത്വത്തിന്റെയും വിശ്വസ്തതയുടെ